നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയ UDF നേതാക്കൾ രക്ഷപ്പെട്ടത് ഇവരെ കുറുവ സംഘത്തെ ചോദ്യം ചെയ്യും പോലെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ട്. ഇടതു സർക്കാരിന്റെ പോലീസ് CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ FIR പോലും ഇടാത്ത സാഹചര്യത്തിൽ തന്റെ വിലയെന്തെന്ന് EN സുരേഷ് ബാബു തിരിച്ചറിയണമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറുവ സംഘം BJP ആണോ CPM ആണോ എന്ന് അവർ സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾ പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലും മനക്കൊടി വാര്യം കോൾപടവിലുമായി 300 ഏക്കർ നെൽകൃഷി നശിച്ചു. പാടശേഖരത്തിൽ വൻതോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലായെന്ന് കർഷകർ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് തൃശൂർ പഴുവിലെ തീർത്ഥാടന കേന്ദ്രം അപകട ഭീഷണിയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി മഴയിൽ തകർന്നു. പാലക്കാട് കണ്ണാടിയിലെ വർക്ക്ഷോപ്പിൽ ടിപ്പർ ലോറി റിപ്പയറിംഗിനിടെയുണ്ടായ അപകടത്തിൽ 16-കാരന് ദാരുണാന്ത്യം. മരിച്ചത് തോലന്നൂർ തോട്ടക്കര വീട്ടിൽ മുഹമ്മദ് ഷിഫാസ്. പെരിങ്ങോട്ടുകുറിശി തോട്ടുമുക്കിലുണ്ടായ തീപിടുത്തത്തിൽ വീട് കത്തി നശിച്ചു. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലങ്കി നായർ സ്മാരക നാടകോത്സവം സമാപിച്ചു. നാടകോത്സവം നഗരയ്ക്ക് സമ്മാനിച്ചത് അഭിനയ കലയുടെ അവിസ്മരണീയ മാത്രകൾ. സമാപന ദിനത്തിൽ അരങ്ങേറിയത് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയിട്ടുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയത് സംബന്ധിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന പോലീസിന്റെ വ്യക്തമാക്കലിനു ശേഷമാണ് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറി വീണ്ടും പ്രതികരിച്ചത്. പണം കടത്തിയ നേതാക്കളെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊണ്ടുപോയ വാഹനത്തിന് എസ്കോട്ട് പോയ പോലെയാണ് അന്ന് സഞ്ചരിച്ചത്. 2 കാറുകൾ മാറിക്കയറിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പോലീസ് റെയ്ഡിന് ശേഷം ഏറെ നേരം കഴിഞ്ഞ് പുലർച്ചെ 1:30 ഹോട്ടലിൽ തിരിച്ചെത്തിയ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല എന്നിവർ പ്രതികരിച്ചത് സംശയാസ്പദമാണ്. സ്വാഭാവികമായും റെയ്ഡ് വിവരം നേരത്തെ ഇവർക്ക് ലഭിച്ചിരിക്കും. പണം സേഫാക്കി മടങ്ങിയതുകൊണ്ടാണ് പ്രതികരണത്തിന് ഇത്രയും വൈകിയത്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു. ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം, പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുറുവാ സംഘത്തിന് ചോദ്യം ചെയ്യുമാർ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പരിമിതിയില്ലേ? കുറുവാ സംഘത്തിന് ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു, കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ്. സംഘടനാ ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെ എക്കാലവും കടുത്ത നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതെന്ന് CPM സമ്മേളനങ്ങളോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ CPM വിഭാഗീയത രൂക്ഷമായത് സംബന്ധിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ ബാക്കിൽ നിങ്ങൾ നന്നായിട്ട് നടക്കണം, നല്ലതുപോലെ ഇനിയും നടക്കണം. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ല? ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മധൈര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, ഞങ്ങളുടെ സംഘടനാ സംവിധാനം അങ്ങനെയുള്ളതാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു ചെയ്താലും ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ലംഘിക്കാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രോളി വിവാദത്തിൽ CPMനോട് നിയമപരമായ മറുപടി ചോദിക്കുമെന്ന് നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. CPM BJP കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ആശയമാണ് പെട്ടി വിവാദം.
CPM-ന്റെ ഒരു മന്ത്രിയും അളിയനുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. CPM ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ ഇടത് സർക്കാരിന്റെ പോലീസ് FIR പോലും ഇട്ടില്ലെങ്കിൽ തന്റെ വിലയെന്താണെന്ന് ജില്ലാ സെക്രട്ടറി സ്വയം വിലയിരുത്തണമെന്നും രാഹുൽ പാലക്കാട് പറഞ്ഞു. കുറുവാ സംഘം BJP ആണോ CPM ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസുകാരെ ചോദ്യം ചെയ്താൽ കള്ളപ്പണത്തിൽ വ്യക്തത വരുമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട്ട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ. പോലീസ് FIR ഇടാത്തതിൽ പരാതിയുണ്ടെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് മറ്റുന്നതർക്ക് പരാതി നൽകാം. താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയതാണ്. അതിന് നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. പെട്ടി വിവാദം NN കൃഷ്ണദാസും അണികളും തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ടും ചില സംസ്ഥാന നേതാക്കൾ ഏറ്റുപിടിച്ചത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നുണപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ നമ്മുടെ അപ്പുറത്തെ ലാബിൽ പോയിട്ട് ഒരു നുണപരിശോധന ചെയ്തു തന്നു. പിന്നെ ജില്ലാ സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്തെന്ന് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് ചെയ്യുന്നത് പോലീസാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മളോടും നിങ്ങളോടും പറയാതെ പോലീസ് അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ. ആലോചിച്ചുള്ളൂ, CPM ജില്ലാ സെക്രട്ടറി പരാതി FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിലയെപ്പറ്റി ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹോപദേശം. ഇനി ആ വിഷയത്തിനകത്ത് ഏതുതരം അന്വേഷണം നടത്തുന്നതിന് ഞങ്ങളെ പെട്ടി അടച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ നിയമന നടപടികളുമായി മുന്നിലേക്ക് പോകും. ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കണ്ണാടിയിലെ വർക്ക്ഷോപ്പിൽ ടിപ്പർ അറ്റകുറ്റപ്പണിക്കിടെ അപകടം. 16-കാരന് ദാരുണാന്ത്യം. തോലനൂർ തോട്ടക്കര വീട്ടിൽ മുഹമ്മദ് ഷിവാസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ കണ്ണാടി കാഴ്ചപ്പറമ്പിന് സമീപത്തെ ടിപ്പർ വർക്ക്ഷോപ്പിലാണ് ദാരുണ സംഭവം നടന്നത്. ടിപ്പറിന്റെ തകരാർ നന്നാക്കുന്നതിനിടെ ഹൈഡ്രോളിക് താഴുന്നത് കണ്ട് കൂടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളി ഷിഫാസിനെ തള്ളി മാറ്റിയെങ്കിലും പെട്ടി തലയിൽ വീഴുകയായിരുന്നു. സാരമായി പരിക്കേറ്റ മുഹമ്മദ് ഷിവാസിനെ കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. ഖബറടക്കം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ പിലാപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കുഞ്ഞാലൻ ഖദീജ ദമ്പതികളുടെ 7 മക്കളിൽ ഇളയ മകനാണ് ഷിഫാസ്. സഹോദരങ്ങൾ ഷെമൽ, സുഹൈൽ, ഷെമീൻ, ഷഫ്ന, ഷഹന, സന, ഫാത്തിമ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾ പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലാണ് 2 ബണ്ട് പൊട്ടി 180 ഏക്കറിലധികം കൃഷി നശിച്ചത്. പാടശേഖരത്തിൽ വൻതോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. മണക്കൊടി, പാരിയം കോൾപ്പടവിലെ 118 ഏക്കർ കൃഷി മഴയിൽ നശിച്ചു. വ്യാപകമായ കൃഷിനാശം നേരിട്ട സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലാണ് കോൾപ്പാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത്. ഇതോടെ കൃഷി നശിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 2 മണിയോടെ കാര്യാട്ടുകര മാരാർകോൾ പാടത്ത് ബണ്ട് പൊട്ടിയത്. വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്ത് പാടശേഖരത്തേക്കും കുത്തിയൊലിച്ചെത്തി. വെള്ളത്തിൻ്റെ ശക്തി താങ്ങാനാകാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ട് തകർന്നു. ഇതോടെ 150 ഏക്കറിലെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. പാടശേഖരത്ത് വലിയ തോതിൽ ചണ്ടിയടിഞ്ഞതോടെ അത് നീക്കം ചെയ്താൽ മാത്രമേ ഭൂമി പോലും ഇനി കൃഷിയോഗ്യമാകൂ. മനക്കൊടി പുള്ള് റോഡ് കവിഞ്ഞ് വെള്ളമൊഴുകിയതിനെ തുടർന്ന് മനക്കൊടി വാരിയം കോൾപ്പടവിലെ 118 ഏക്കർ കൃഷിയും നശിച്ചു. 1/2 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കർഷകർ പറയുന്നത്. റോഡ് താഴ്ന്നത് PWD അധികൃതർ ശരിയാക്കാത്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകി കൃഷി നശിക്കാൻ കാരണമായതെന്ന് ആരോപിച്ച് കർഷകർ മനക്കൊടി പുള്ള് റോഡ് ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരുങ്ങോട്ടുകുറിശി തോട്ടുമുക്കിൽ വീട് കത്തി നശിച്ചു. തോട്ടുമുക്കിൽ സിന്ധുവും കുടുംബവും താമസിക്കുന്ന വീടാണ് കത്തി നശിച്ചത്. അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. സിന്ധുവും കുടുംബവും താമസിക്കുന്ന 20 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് കത്തി നശിച്ചത്. അപകട സമയത്ത് സിന്ധുവിന്റെ മകൻ പ്രകാശനും ഭാര്യ കവിതയും കവിതയുടെ വീട്ടിലായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായതിനാൽ സിന്ധു അയൽപ്പക്കത്തെ വീട്ടിലാണ് ഉറങ്ങാനായി പോയത്. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അയൽപ്പക്കക്കാരാണ് സിന്ധുവിനെ വിവരം അറിയിച്ചത്. വീടിന്റെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റും വീടിന്റെ ആധാരവും ഗൃഹോപകരണങ്ങളും അടക്കം പൂർണ്ണമായും കത്തി നശിച്ചു. ഞങ്ങളിന്ന് രാത്രി വന്നില്ല. രാത്രി വരാണ്ടായപ്പോൾ അമ്മ ഇവിടെ ഒത്തിരി കിടക്കില്ല. പിന്നെ രാത്രി 12 മണിയാകുമ്പോൾ നാട്ടുകാർ വിളിച്ചു
കുട്ടികളുടെ ബാഗ് ഇന്ത്യ പറഞ്ഞിട്ട് പൈസ ആകെയുള്ള വീട് കൂടി നഷ്ടപ്പെട്ടതോടെ സിന്ധുവും കുടുംബവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ, പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരുപാട് കടലാസൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണം പണയം വെച്ചിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ധനസഹായം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സൗകര്യം. ഈ അവസ്ഥ വലിയ അവസ്ഥയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായ അവസ്ഥയാണ്, ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ വീട് കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഒരുപാട് കയറി ഇറങ്ങി വീട്ടിൽ ആളെ കിട്ടുന്ന കിട്ടാൻ വേണ്ടി ഇതൊരു ഒരു അനുകൂലം പഞ്ചായത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് ഇത് തന്നെയാണ് ഒരു അഭിപ്രായം. നമ്മൾ കൊടുത്ത എത്രയും നമുക്ക് നല്ലതാണ്, നമുക്ക് അത് കണക്കൂട്ടുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ മണ്ണിടിഞ്ഞ് തീർത്ഥാടന കേന്ദ്രം അപകടാവസ്ഥയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി തകർന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് പഴുവിൽ പുത്തൻ തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഈ തോടിനോട് ചേർന്നാണ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2007 തൃശൂർ കോൾ വികസന ഏജൻസി നിർമ്മിച്ച പാർശ്വ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ ദിവസേന സന്ദർശിക്കുന്ന ഇടം കൂടിയാണ് പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രം. ഇടിഞ്ഞ സംരക്ഷണ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴ കളർക്കോട്ട് വാഹനാപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ശ്രീദീപ് വത്സന്റെ മരണം പാലക്കാട് ശേഖരിപുരത്തിന് മായാത്ത വേദനയായി. പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകൻ ശേഖരിപുരം കാവ് സ്ട്രീറ്റ് ശ്രീവിഹാറിൽ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെയും മകനാണ്. ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ 19 വയസ്സുള്ള ശ്രീദീപ്. പഠനത്തിനൊപ്പം കായിക രംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ് വത്സൻ. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ശ്രീദീപുമുണ്ടെന്ന വാർത്തയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ശേഖരീപുരം ഗ്രാമത്തിന്. പഠനത്തിലും കായികരംഗത്തും ഒരേപോലെ മികവ് പുലർത്തിയ 19 വയസ്സുകാരൻ നാടിന് അത്രമേൽ പ്രിയങ്കരനായിരുന്നു. ഭാരത് മാതാ സ്കൂളിലെ ഹർഡിൽസ് താരമായിരുന്ന ശ്രീദീപ് 2017-2018 വർഷത്തിൽ രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഷൂട്ടിങ്ങിലും അപാര മികവ് പുലർത്തിയിരുന്ന ശ്രീദീപ് അനുസരണയും സഹപാഠി സ്നേഹവുമുള്ള വിദ്യാർത്ഥിയായിരുന്നെന്ന് ഭാരത് മാതാ സ്കൂൾ കായികാധ്യാപകൻ ഹരിദാസ് അനുസ്മരിച്ചു. ശ്രീദീപ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. നല്ല ഒബീഡിയൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. പഠിക്കാനും സ്പോർട്സിലും വളരെ മികവ് തെളിയിക്കുന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി 2017-18 കാലഘട്ടങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. നല്ല പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് MBBSയിലേക്ക് മാറ്റുകയായിരുന്നു. ധാരാളം കുട്ടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആർമി മേജർമാരുണ്ട്. ഇത് ഞങ്ങളുടെ ക്ലബിലെ 4ാമത്തെ ഡോക്ടറാണ്. ആ കുട്ടിയെ 2 മാസം മുമ്പ് ഞങ്ങളൊരു യാത്രയപ്പ് നൽകി പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തർ ട്രാക്കിൽ വെച്ചിട്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഡോക്ടറായിട്ട് വരും, നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അഭിമാനത്തോടെ പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല. അധ്യാപകനായ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിൻ്റെയും മകനായ ശ്രീദീപ് എൻട്രൻസ് പരീക്ഷയിൽ 2ാം ശ്രമത്തിലാണ് മെഡിക്കൽ പഠനത്തിന് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയത്. അകാലത്തിൽ പൊലിഞ്ഞ പ്രതിഭയുടെ നഷ്ടം ശേഖരീപുരത്തിന് മായാത്ത വേദനയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി ദിനത്തിൽ പരിചയപ്പെടാം ജനകീയനായ അശോകനെ. പോളിയോ ബാധിച്ച് ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ട വാടാനംകുറിശി റെഡ് ഗേറ്റ് സ്വദേശി അശോകൻ 1/4 നൂറ്റാണ്ടോളമായി ഓട്ടോ തൊഴിലാളിയാണ്. ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന അശോകനും ജനകീയൻ ഓട്ടോറിക്ഷയും ഷൊർണൂരിന് സുപരിചിതം. ചെറുപ്പത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകൻ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു. അങ്ങനെ ഒരു കാൽ തളരുകയായിരുന്നു. ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വാടാനംകുറിശി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തൻ്റെ 17ാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി.
ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു. ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് 1996 ഒരു ഓട്ടോ വാങ്ങി. ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു. രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോയും പാഞ്ഞെത്തും. ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ പേരിട്ടു, ജനകീയൻ. ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം, പിന്നെ വണ്ടികളുടെ ക്രൈസ്, അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക്കായിട്ടുണ്ടായിരുന്നു, പിന്നെ ബോർഡുകൾ ബാനറുകൾ എഴുത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്ത്. ജീവിതമാർഗ്ഗമാണ് പ്രധാനം എന്ന് കണ്ടിട്ട് ഓട്ടോറിക്ഷയോടുള്ള ഇഷ്ടം കൂടിയാണായിരുന്നു. ഓട്ടോ വാങ്ങുന്നതിൻ്റെ PMRY ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത്. പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ് അത് കൂടുതൽ പ്രചോദനമായി. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. അല്ല, ഒരു ജനകീയ മുഖം, അത് വണ്ടി വിളിക്കണവർ നമ്മളുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയതാണ്. അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകൻ്റേത്. ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും. കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചിത്രം വരയ്ക്കുന്ന പതിവുമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനം ഉള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കലാണ് അശോകൻ്റെ അടുത്ത ലക്ഷ്യം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. 10 ദിവസം നീണ്ടുനിന്ന 18ാമത് പ്രഭാതം ഭരത് ബാലങ്കി നായർ സ്മാരക നാടകോത്സവം സമാപിച്ചു. ഇന്നലെ വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിനു ശേഷം കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ് അരങ്ങിലെത്തി. പ്രദീപ് കുമാർ കാവന്തറ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം രാജീവൻ മമ്മിളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 18ാമത് പ്രഭാതം ഭരത് ബാലങ്കി നായർ സ്മാരക നാടകോത്സവത്തിന് തിരശീല വീഴുമ്പോൾ ഷൊർണൂർ KVR ഹൈസ്കൂളിലെ ബാൽസൻ നഗറിൽ സജ്ജീകരിച്ച വേദിയിൽ 10 ദിവസം നീണ്ടുനിന്ന പ്രൗഢമായ നാടകസന്ധികൾക്ക് കൂടിയാണ് വിരാമമിടുന്നത്. പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും മികവിന്റെ മുദ്ര ചാർത്തിയ നാടകങ്ങളാണ് ഈ 10 ദിവസങ്ങളിലായി നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങിലെത്തിയത്. ഓരോ നാടകങ്ങളും ജീവിതത്തോട് അത്രയധികം ചേർന്ന് നിൽക്കുന്നവയായിരുന്നു എന്നതാണ് നാടകോത്സവത്തിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. അരങ്ങിനെ അവിസ്മരണീയമാക്കിയ നാടകസന്ധികൾക്കായി ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്. സമാപന ദിനത്തിൽ മിഠായിത്തെരുവിലെ നിഷ്കളങ്കരായ മനുഷ്യരുടെ കഥ പറഞ്ഞ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായിത്തെരുവ്. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം പകർന്നു നൽകി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി നൽകിയ മാതാപിതാക്കൾ വാർദ്ധക്യകാലത്ത് അവരുടെ സാമീപ്യം അറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ദയനീയാവസ്ഥയിലേക്കാണ് മിഠായിത്തെരുവ് വിരൽ ചൂണ്ടുന്നത്. എന്റെ ഭാര്യ ജിലേബിമാരുടെ കണ്ണിപ്പെടാതിരുന്നാ മതിയായിരുന്നു. അവള് വെറും പൊട്ടിയ. ഞാൻ പുറത്തു പോയി കള്ളു പിടിച്ച മഹാനമ്പരാണെന്ന് അവള് പറയുന്നത്. വെറുതെ ഞാൻ കള്ളു പിടിച്ച ഒരു അലപ്പം ഉണ്ടാക്കണമെന്ന് എനിക്കും എന്റെ കർത്താവിന് മാത്രമല്ല ഇല്ലേ? കർത്താവ് ചിരിച്ചോ? എന്റെ കർത്താവ് അങ്ങനെ ഇങ്ങനെ ചിരിക്കട്ടെ. ചിരിച്ച ആളെപ്പടി കിട്ടി. എസ്കേപ്പത്തക്കാരൻ എന്റെ എസ്കേ ഈ തെരുവിൽ കിടന്ന് പെടാപ്പാടുപെടുന്നവരുടെ ജീവിതം കണ്ടിട്ട് ഉള്ളുകൊണ്ട് ചിരിക്കാൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നിങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയത്. പ്രദീപ് കുമാർ കാവന്തറയുടെ മികച്ച രചനയെ അതിന്റെ വൈകാരികത ഒട്ടും ചോരാതെയാണ് രാജീവൻ മമ്മിളി എന്ന സംവിധായകൻ അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മിഠായിത്തെരുവിന് SM സ്ട്രീറ്റ് എന്നൊരു പേര് വന്നു. ഇന്നലകളിൽ ഈ തെരുവിലൂടെ കടന്നുപോയ തൊഴിലാളികൾ, തൊഴിൽ തേടി അലഞ്ഞവർ, വഴിവാണികക്കാർ, സഞ്ചാരികൾ, കവികൾ, ചിത്രകാരന്മാർ, തെരുവിന്റെ സിരകളിലെ ചോരയ്ക്ക് തീ പിടിപ്പിച്ച നാടകക്കാർ, അക്ഷരങ്ങൾ കൊണ്ട് ലോകത്തെ വരച്ചിട്ട് ജ്ഞാനപീഠം നേടിയവർ, ഒന്നും നേടാനാവാതെ തെരുവ് വിളക്കിന്റെ വെട്ടത്തിൽ ജീവിതം കെട്ടുപോയ ഹതഭാഗ്യർ. സമാപന ദിനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുഖ്യ അതിഥിയായി. വേദിയിൽ വെച്ച പ്രശസ്ത ചലച്ചിത്രതാരം നിരുപമ രാജീവിനെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സർക്കാർ ന്യൂനപക്ഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി ടൈം +1 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ സമയമാണ്. നമ്മുടെ എങ്ങനെ ആയിത്തീരണം എന്നത് തീരുമാനിക്കുകയും ഒരു പരിധിവരെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ
ജീവിതക്രമങ്ങളും പെരുമാറ്റങ്ങളും എല്ലാമാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലെങ്കിലും കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുകേഷ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ശബരിനാഥ് സ്വാഗതം ആശംസിച്ചു. വി രഘുകുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മുഹമ്മദ് റാഫി ക്ലാസിന് നേതൃത്വം നൽകി. M സുൽഫിക്കർ ക്യാമ്പിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കൾ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പണം കടത്തിയ UDF നേതാക്കൾ രക്ഷപ്പെട്ടത് ഇവരെ കുറുവ സംഘത്തെ ചോദ്യം ചെയ്യും പോലെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതിയുള്ളതുകൊണ്ട്. ഇടതു സർക്കാരിന്റെ പോലീസ് CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ FIR പോലും ഇടാത്ത സാഹചര്യത്തിൽ തന്റെ വിലയെന്തെന്ന് EN സുരേഷ് ബാബു തിരിച്ചറിയണമെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറുവ സംഘം BJP ആണോ CPM ആണോ എന്ന് അവർ സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ. കനത്ത മഴയിൽ ബണ്ട് തകർന്ന് തൃശൂരിലെ കോൾ പാടശേഖരത്തിൽ വൻ കൃഷിനാശം. കാര്യാട്ടുകരയിലും മനക്കൊടി വാര്യം കോൾപടവിലുമായി 300 ഏക്കർ നെൽകൃഷി നശിച്ചു. പാടശേഖരത്തിൽ വൻതോതിൽ ചണ്ടി അടിഞ്ഞതോടെ ഭൂമി കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലായെന്ന് കർഷകർ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് തൃശൂർ പഴുവിലെ തീർത്ഥാടന കേന്ദ്രം അപകട ഭീഷണിയിൽ. പഴുവിൽ സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി മഴയിൽ തകർന്നു. പാലക്കാട് കണ്ണാടിയിലെ വർക്ക്ഷോപ്പിൽ ടിപ്പർ ലോറി റിപ്പയറിംഗിനിടെയുണ്ടായ അപകടത്തിൽ 16-കാരന് ദാരുണാന്ത്യം. മരിച്ചത് തോലന്നൂർ തോട്ടക്കര വീട്ടിൽ മുഹമ്മദ് ഷിഫാസ്. പെരിങ്ങോട്ടുകുറിശി തോട്ടുമുക്കിലുണ്ടായ തീപിടുത്തത്തിൽ വീട് കത്തി നശിച്ചു. ഷൊർണൂർ പ്രഭാതം ഭരത് ബാലങ്കി നായർ സ്മാരക നാടകോത്സവം സമാപിച്ചു. നാടകോത്സവം നഗരയ്ക്ക് സമ്മാനിച്ചത് അഭിനയ കലയുടെ അവിസ്മരണീയ മാത്രകൾ. സമാപന ദിനത്തിൽ അരങ്ങേറിയത് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.